നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. ഞാൻ എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ മുന്നർക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യണ കുണ്ടിലയ്യപ്പൻ ക്ഷേത്രത്തിലാണ് കേട്ടോ. ഇതൊരു മഹാക്ഷേത്രമാണ്. 2500ഓളം വർഷം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നുണ്ട്. വില്ലാളി വീരനായ അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കാലപ്പഴക്കം കൊണ്ട് തന്നെ ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിയായ ശക്തിയുള്ള ക്ഷേത്രമാണ് എന്ന് തെളിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഗ്രാമവാസികൾ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഒരുങ്ങുകയാണ്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അയ്യപ്പനാണെന്നാണ് ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ശനിദോഷ പരിഹാരത്തിനായിട്ട് നീരാഞ്ജനം, എള്ളുതിരി സമർപ്പണം, ചുറ്റുവിളക്ക് സമർപ്പണം, നിത്യപൂജ സമർപ്പണം തുടങ്ങിയ വഴിപാടുകൾ ഭക്തർ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ ആളുകളോട് തന്നെ ചോദിച്ചറിയാം, ഈ അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ അമ്പലങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തണം. അപ്പോൾ എല്ലാ ആളുകളും ഒരു മടിയും കാണിക്കാതെ നമ്മുടെ ഈ ക്ഷേത്രങ്ങളുടെ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ. ഇത് എത്ര വർഷം പഴക്കമുണ്ട്? ഒന്നെ ഇതും അതിന് എത്ര പഴക്കമുണ്ടോ അതേ പഴക്കം ഈ അമ്പലത്തിനുണ്ടെന്നാണ് ശാസ്ത്രപ്രകാരം. ഇപ്പൊ ഇതിപ്പോ ഞങ്ങൾ ചെറുതായിട്ടല്ല, ഇപ്പൊ മയിൽ വന്നിരുന്നിട്ട് അതിന്റെ ഒരു താഴെക്കൂടെ നിലത്ത് വീണ് കുറച്ച് പൊട്ടി. പക്ഷെ മാറ്റാനുള്ള ഒരു ഇതുണ്ട്. അതല്ലാണ്ട് മൊത്തത്തില് പുനരുദ്ധാരണത്തിന്റെ പദ്ധതി ഉണ്ട്. അപ്പൊ നമ്മള് വേഴപ്പറമ്പ് അദ്ദേഹത്തിന് വന്നു. അദ്ദേഹം കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ എന്ത് പണി എടുക്കുകയാണെങ്കിലും പ്രധാനമായിട്ട് ഞാൻ ഇവിടെ നിന്ന് ജീവിക്കണം എന്നാണ് പറഞ്ഞത്. അത്രയും മഹാക്ഷേത്രമാണ്. സാധാരണ വില്ലുമില്ലാളി രൂപനായ പ്രതിഷ്ഠയാണ് അവിടെ. പവർഫുൾ, നല്ല ശക്തി സ്വരൂപനായിട്ടുള്ള വിഗ്രഹമാണ്. ചൈതന്യത്തോട് കൂടിയിട്ട് ഇപ്പോഴും ഉണ്ട് എന്ന് എല്ലാ തന്ത്രിമാരും. നമ്മുടെ ഒന്ന് പ്രധാനമായിട്ടും പറയാൻ വിട്ടുപോയി, നമ്മുടെ ക്ഷേത്രത്തിന്റെ പ്രധാനമായിട്ട് നീലകണ്ഠ നമ്പൂതിരിപ്പാട്, ഈക്കാട്ട് മന തന്ത്രി ബ്രഹ്മശ്രീ ഈക്കാട്ട് മനക്കൽ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ താന്ത്രി. അദ്ദേഹം വരവും പൂജയും ശിവരാത്രി ദിവസം, പ്രതിഷ്ഠാ ദിവസം ഒക്കെ നമ്മള് വന്ന് പൂജ. ഇതിനെ പറ്റി കേട്ട കഥകൾ എന്തെങ്കിലും ഉണ്ട്? ഇത് കാലങ്ങളായിട്ട് കുണ്ടിലയ്യപ്പന്റെ ഗംഭീര താല്പര്യോട് കൂടിയാണ് ഇവിടെ നടത്തിക്കൊണ്ടു പോകുന്നിരുന്നത്. അത്രേ മുമ്പ് താല്പര്യമായിട്ട് ആന, അയ്യപ്പൻ വിളക്ക്. ഈ പ്രദേശ ഗ്രാമത്തിലുള്ള ആളുകൾ തന്നെ കഥകളി കാര്യങ്ങൾ, അതായത് ഉത്സവത്തിന് താല്പര്യം ഉണ്ടല്ലോ. അതായത് വൃശ്ചികം 1-ാം തീയതി മുതൽ ചുറ്റുവിളക്കാണ് അയ്യപ്പന്. വൃശ്ചികം 1-ാം തീയതി മുതൽ ചുറ്റുവിളക്ക്. ദേശവാസികൾ എല്ലാവരും ഓരോ ദിവസം ചുറ്റുവിളക്ക്. സ്വാമിമാര് ഇഷ്ടംപോലെ 500 കണക്കിന് സ്വാമിമാര് ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതേപോലെ ഉണ്ട്, പക്ഷെ ഒന്നിച്ചിട്ടല്ല. ഇവിടെ വെച്ചിട്ട് തന്നെ കെട്ടുനിറ ഭഗവാനെ അയ്യപ്പനെ ദർശനത്തിന് ഇവിടെ കെട്ടുനിറ ഇറക്കും. ഇവിടെ താഴത്ത് കുളമുണ്ട് കുണ്ടിലയ്യപ്പന്റെ. അവിടുന്ന് ഗംഗയാണെന്നുള്ള ഇതിലൊരു ഓവല് ഒരു ഗുഹ ഉണ്ട്. അതില് 365 ദിവസം വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ ഈ കൃഷി ചെയ്യുന്ന ആൾക്കാര് ഈ വെള്ളം പെട്ടെന്ന് ഇങ്ങനെ എടുക്കുമ്പോ അത് കലങ്ങും. അപ്പൊ എന്ത് ചെയ്യും, ഈ കറുവത്തുണ്ടല്ലോ, കറുവത്തുന്നുണ്ട്, ആ തണ്ട് എടുത്തിട്ട് അതിൽ വെച്ചു കൊടുത്തിട്ട് വെള്ളം വലിച്ച് കുടിച്ചിരുന്നു എന്ന് പണ്ടുള്ള പണിക്കാര്. അത് നല്ല രസമാണ്. അന്ന് ഉണ്ടായിരുന്നു നല്ല പ്യൂർ വെള്ളം. അത് ഗംഗയാണെന്നാണ് പറയപ്പെട്ടിരുന്നത്. അതെ. പിന്നെ ഇവിടെ പ്രത്യേകമായിട്ട് ചുറ്റുവിളക്ക് തന്നെയാണ്. വൃശ്ചികമാസത്തില് 2 നേരം പൂജയും കാര്യങ്ങളും. അവിടുത്തെ മേശാന്തി തന്നെയാണ് ഇവിടെ പൂജ ചെയ്യുന്നത്. അമ്പലം ഒരേ ഊരായ്മേൽ, മപ്പാട്ടുമന ഊരായ്മേലിനാണ്, അവരുടെ തന്നെയാണ് 2 നേരം പൂജ നമ്മുടെ മേശാന്തി ചെയ്യും. പിന്നെ പ്രത്യേകമായിട്ട് ഇവിടുത്തെ പ്രധാന വഴിപാട് എള്ളുതിരി, ചുറ്റുവിളക്ക്, നിത്യപൂജയായിട്ടുണ്ട്. പിന്നെ നീരാഞ്ജനം, ശനിദോഷ പരിഹാരകനാണല്ലോ നീരാഞ്ജന എള്ളുതിരി. അത് ഇവിടെ എല്ലാം ഒന്നുകൂടി ഓരോ ദിവസങ്ങളിൽ ഓരോ ഭക്തര് ദോഷപരിഹാരത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ നിത്യപൂജയിട്ട് ചെയ്യുന്നതാണ്. നെയ്യ് പ്രധാനം, അതാണ് ഇവിടുത്തെ പ്രധാനം. ഇത് സെപ്പറേറ്റ് അമ്പലമാണ്, അത് ഉപദൈവമൊന്നുമല്ല. അതാണ്ട് ഓരോ പ്രതിഷ്ഠക്കല്ലുകളും കണ്ടില്ലേ.
അതാണ് പ്രധാനമായിട്ട്. ഈ ശബരിമലയ്ക്ക് മാലട്ട ഈ ദേശവാസികളെല്ലാം ഇവിടെ വന്ന് ഇതെങ്ങനെ ഇവിടെ വന്നെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഒരു ഐഡിയ ഇല്ല. അതാണ് പഴക്കം ഒരുപാടുണ്ട്. ഇവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ പഴക്കം ഒരുപാടുള്ളതാണ്. ഞങ്ങളുടെ ഇതിനോട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് വേട്ടേക്കരങ്കാവ്. ക്ഷിപ്രപ്രസാദി എന്നാണ് പറയുക. അതായത് ക്ഷിപ്രപ്രസാദി എന്ന് പറഞ്ഞാല് ഭക്തിയോടുകൂടി ആദരിച്ച വാരിക്കോരി തരും. അല്ല ഏതെങ്കിലും തരത്തില് നമ്മൾ തെറ്റ് ചെയ്തോ തലെടുക്കുന്ന പറഞ്ഞു. അതാണ് അവിടുത്തെ വേട്ടേക്കരങ്കാവിന്റെ. അതും അപ്പാട്ടുമാനായ പൂർവികരായ ഒരു അദ്ദേഹം ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ഇതാണ് ക്ഷേത്രമാണ് വേട്ടേക്കരങ്കാവ്. അത് വളരെ ഭംഗിയോടുകൂടി ഇപ്പോഴും നടന്നു. ഇപ്പൊ രാവിലെ വൈകുന്നേരത്തെ പൂജ നടക്കുന്നുണ്ട് അല്ലേ? 2 അമ്പലങ്ങളും 3 അമ്പലത്തിലും അല്ല ഇതിലും ഉണ്ട്. അതേ പൂജ. ഭഗവാന്റെ അനുഗ്രഹം തേജസ് വളരെ അഭിവൃദ്ധി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.